الحمد لله الذي صب الماء صبا وشق الأرض شقا وأنبت فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم وأشهد أن لا إله إلا الله جعل من الماء كل شيء حي وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم وهو الذي ينزل الغيث من بعد ما قنطوا وينشر رحمته وهو الولي الحميد اللهم ارزقني شهادة في سبيلك وجعل موتي في بلد رسولك ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മൾ ഒറ്റപ്പെടുന്ന രഹസ്യ ജീവിതത്തിൽ തഖ്വയോടെ ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ തിമിർത്ത് ശക്തമായി പെയ്തിറങ്ങുന്നു. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. മഴ വലിയ അനുഗ്രഹമാണ്. മനുഷ്യന്റെ ഭൂമിയിലെ നിലനിൽപ്പിന് മഴ എന്ന അടിസ്ഥാന ഘടകം അത്യന്താപേക്ഷിതമാണ്. ഈ ഘടകം ഇല്ലെങ്കിൽ മനുഷ്യനെ ഇവിടെ ജീവിക്കുക എന്നത് സാധ്യമല്ല. ഇത് ശാസ്ത്രലോകം വരെയും അംഗീകരിച്ച ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഇന്നും ചൊവ്വയിലും ബുധനിലും ചന്ദ്രനിലുമെല്ലാം വെള്ളത്തിന്റെ സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ എന്ന നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? അവിടെ വെള്ളത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മനുഷ്യന് ജീവിക്കാമെന്നുള്ളതാണ്. മനുഷ്യന്റെ വലിയൊരു അടിസ്ഥാന ഘടകമാണ് വെള്ളം, മഴ എന്നുള്ളത്. അത് വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ഏത് സമയം വേണമെങ്കിലും ഇല്ലാതെയാകാം. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമയതീകും ബിമാഇൻ മഈൻ. അല്ലാഹു പറഞ്ഞില്ലേ, ആ വെള്ളത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരണം. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇൻ അസ്ബഹ മാഉകും ഗൗറാ, അതിന്റെ ഉറവ് അതെങ്ങാനും വറ്റിപ്പോയി കഴിഞ്ഞാൽ ഫമയതീകും ബിമാഇൻ മഈൻ, കുത്തിയൊലിക്കുന്ന ആ വെള്ളം നിങ്ങൾക്ക് ആരാണ് കൊണ്ടുവന്ന് തരാൻ? വലിയ നിഅമത്താണ് വെള്ളം. ആ വെള്ളം ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ജീവിക്കുന്നത് തന്നെ. അവലം യറൗ അന്നാ നസൂഖുൽ അർള അന്നാ നസൂഖുൽ മാഅ ഇലൽ അർളി. അല്ലാഹു പറയുന്നു, വറ്റി വരണ്ട് കിടക്കുന്ന ഈ ഭൂമിയിലേക്ക് വെള്ളത്തെ നാം കൊണ്ടുവരികയും ഫനുഖ്രിജു ബിഹി സറഅൻ, പിന്നീട് കൃഷിയോഗ്യമായ സ്ഥലമാക്കി തീർക്കുകയും ആ കൃഷിയോഗ്യ സ്ഥലം അതിൽ നിന്ന് വിളകളെ അല്ലാഹു പുറത്തേക്ക് കൊണ്ടുവന്നു. ആ വിളകളിൽ നിന്ന് ഇവിടെയുള്ള മനുഷ്യർ, ഇവിടെയുള്ള ജന്തുജാലങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ
ജീവജാലങ്ങളും ആ വെള്ളം കുടിച്ച് ആ വെള്ളത്തിലൂടെ ഉണ്ടായ എല്ലാ വർഗങ്ങൾ കഴിച്ച് ഇവിടെ ജീവിക്കുന്നു. മനുഷ്യന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് വെള്ളം എന്നുള്ളത്. ആ വെള്ളം, മഴയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ രണ്ട് രൂപത്തിലാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ഒന്ന്, അള്ളാഹു പറയുന്നത് ഗൈസിനെ കുറിച്ചാണ്. ഗൈസ് എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ്. ഗൈസ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആന്റെ പദങ്ങൾ നമ്മൾ നോക്കണം. ഗൈസ് എന്ന് പറഞ്ഞാൽ നല്ല മഴ. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹുമ്മ അഗിസ്നാ ഗൈസൻ എന്ന് പ്രാർത്ഥിക്കാറുള്ളത്. അല്ലാഹുവേ, നീ നല്ല മഴയെ ഞങ്ങൾക്ക് തരണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു നല്ല മഴ പെയ്യുമ്പോൾ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഇത് ഒരു ഉപകാരമുള്ള മഴയാക്കി നീ മാറ്റണമേ എന്നുള്ളത്. അതേ ഖുർആൻ തന്നെ മഴ രണ്ടാമത്തെ രൂപത്തിൽ ഖുർആൻ പറഞ്ഞു നിഖമത്തിന്റെ മഴ അഥവാ ശിക്ഷയുടെ മഴ, അദാബിന്റെ മഴ. അതിന് വിശുദ്ധ ഖുർആൻ ഗൈസ് എന്ന പദമല്ല പ്രയോഗിച്ചത്, മറിച്ച് മത്തർ എന്ന പ്രയോഗമാണ്. മത്തർ എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ഭാഷയിൽ മോശമായ മഴ. ആ മഴ എന്നുള്ളത് റഹ്മത്തിന്റെ മഴയല്ല, മറിച്ച് ശിക്ഷയുടെ മഴയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മത്തർ, ആ ഒരു മഴ, ശിക്ഷയുടെ മഴ, അവന്റെ സൈനികരിൽപ്പെട്ട ഒരു സൈനിക സംഘമാണ് മത്തർ എന്നുള്ളത്. ഭൂമിയിലെ ധിക്കാരികളെ, ഫുസാഖുകളെ, തെമ്മാടികളെ, ലാലിമീങ്ങളെ തുടച്ചു നീക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്ന ഒരു സൈനികരാണ് അല്ലാഹുവിന്റെ മത്തർ എന്ന ആ മോശപ്പെട്ട മഴ, ശിക്ഷയാകുന്ന മഴ. അല്ലാഹുവിന്റെ ഒരു സൈന്യമാണ്. ആവശ്യം വരുമ്പോൾ അവരെ അല്ലാഹു ഇറക്കിവിടും, ഭൂമിയെ അടിച്ച് തൂത്തുവാരി കളയുക. എത്രയോ സംഭവങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നു. എത്രയോ സമുദായങ്ങളെ, സമൂഹങ്ങളെ അല്ലാഹുവിന്റെ മത്തർ എന്ന സൈന്യത്തെ അല്ലാഹു അയച്ചുകൊണ്ട് അല്ലാഹു നശിപ്പിച്ച് അവിടുന്ന് തൂത്തുവാരി കളഞ്ഞു. അങ്ങനെ ഒരു വിഭാഗം അവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നൊരു അസറ്, ഒരു അടയാളം പോലും ബാക്കി വെക്കാതെ അല്ലാഹു തുടച്ചു നീക്കിയിട്ടുണ്ട്. നൂഹ് നബിയുടെ സമുദായത്തെ അല്ലാഹു ശിക്ഷിച്ചത് അങ്ങനെയുള്ള ഒരു വെള്ളം കൊണ്ടാണ്, ഒരു മഴയെ കൊണ്ടാണ്. ചരിത്രങ്ങൾ പറയുന്നത് അവർ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം സാധാരണ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് പോലും ഉറവ് പൊട്ടി വന്നു എന്നാണ്. നൂഹ് നബിയുടെ ജനതയെ അല്ലാഹു നശിപ്പിച്ചപ്പോൾ സാധാരണ ഉറവ് എവിടെ വരാം? പുഴയിൽ വരും, കുളത്തിലുണ്ടാകും, കിണറിൽ. ഇവിടെയല്ലാതെ എവിടെയാണ് ഉറവുണ്ടാകുക? എന്നാൽ നൂഹ് നബിയുടെ സമുദായം നശിപ്പിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചപ്പോൾ ഉറവ് അവർ ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് നിന്നും പൊട്ടി വരാൻ തുടങ്ങി. ആകാശത്ത് നിന്ന് അല്ലാഹു മത്തറിനെ ഇറക്കി. അങ്ങനെ ചരിത്രം പറയുന്നത് അന്ന് ഭൂമിയെ മൊത്തം മുക്കിയെന്നാണ്. ഭൂമിയെ അല്ലാഹു മൊത്തം മുക്കി. ആ ജനത, രാജ്യത്തെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. ഏതാനും ചില വിശ്വാസികളെ നൂഹ് നബി ഒഴിച്ചു. അതേപോലെ തന്നെ ഇതുപോലെയുള്ള ശിക്ഷയാകുന്ന മത്തറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചു. ആരിലേക്ക്? ലൂത്ത് നബിയുടെ ഖൗമിലേക്ക്. യഥാർത്ഥത്തിൽ ലൂത്ത് നബിയുടെ ഖൗമിനെ അല്ലാഹു ശിക്ഷിച്ചത് എങ്ങനെയാണ്? ആലിയഹാ സാഫിലഹ, അവരുടെ മേൽഭാഗം അത് അടിയിലേക്കാക്കിക്കൊണ്ടും അടിഭാഗത്തെ മേൽഭാഗമാക്കിക്കൊണ്ടും അല്ലാഹു അവരെ ശിക്ഷിച്ചു. കീഴ്മേൽ മറിച്ചു കളഞ്ഞു. അതിനു മുൻപ് അല്ലാഹു അൻസൽനാ മിനസ് സമായി ഹിജാറതൻ, ആകാശത്ത് നിന്ന് അവർക്കൊരു മഴ ഇറക്കി. എങ്ങനെയുള്ള മഴ? കല്ലുകൊണ്ടുള്ള ഒരു മഴയായിരുന്നു. കല്ലുകൊണ്ട് മഴ പെയ്യുന്ന എന്താ അവസ്ഥ? സാധാരണ മഴ പോലെയല്ല, ഒന്നും ബാക്കിയുണ്ടാവില്ല, തുടച്ചു നീക്കപ്പെട്ടവർ. അങ്ങനെയുള്ള മഴയാണ് അല്ലാഹു ആദ്യമായി ഇറക്കിയത്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയാകുന്ന മത്തറിനെ ഇറക്കി അല്ലാഹു പരീക്ഷിക്കും. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള മഴ ഈ ഭൂമിയിലേക്ക് ഇറങ്ങാനുള്ള കാരണം, ശിക്ഷയാകുന്ന മഴ ഇറങ്ങാൻ കാരണം വിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതിലെ ഒന്നാമത്തെ വിഷയം, ഭൂമിയിൽ തിന്മ വ്യാപിച്ചു കഴിഞ്ഞാൽ ശിക്ഷയാകുന്ന മഴ അല്ലാഹു ഇറക്കും. ഒരു സംശയം അതിൽ വേണ്ടതില്ല. ഇത് വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറഞ്ഞ വിഷയമാണ്. തിന്മ വ്യാപിക്കാം. തിന്മ വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങും. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങൾ അവരുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ കാരണത്താൽ ഭൂമിയിൽ, ഈ ലോകത്ത്, കടലിലും കരയിലുമെല്ലാം പല പല ഫസാദുകൾ, കുഴപ്പങ്ങളെല്ലാം പുറപ്പെട്ടു വന്നു. എന്താണ് കാരണം? ബിമാ കസബത് ഐദിൻ നാസ്,
അതിന്റെ തഫ്സീറിൽ ഇമാം ഖുർതുബി, ഇബ്നു കസീർ അടക്കം പറഞ്ഞത് അൽ മആസി, തിന്മകളാണ്. തിന്മകൾ ചെയ്യുന്നുണ്ടോ മനുഷ്യൻ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഭൂകമ്പങ്ങൾ, ഉരുൾപൊട്ടൽ, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം തുടങ്ങിയിട്ടുള്ള പല പ്രകൃതി ദുരന്തങ്ങളും അള്ളാഹു ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. മആസികൾ, തിന്മകൾ സമൂഹത്തിൽ, സമുദായത്തിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അബുൽ ആലിയ റഹിമഹുല്ലാഹ് അൽ ഫസാദ് എന്ന പദത്തിനെ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? മൻ അസല്ലാഹ ഫിൽ അർളി ഫഖദ് അഫ്സദ ഫിൽ അർള്. ആരാണ് അല്ലാഹുവിനെ ധിക്കരിക്കുന്നത്? നന്നായി മനസ്സിൽ കുറിച്ചിട്ടോളി. ആരാണ് അല്ലാഹുവിനെ ധിക്കരിക്കുന്നത്? ഫഖദ് അഫ്സദ ഫിൽ അർള്. അവനാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയിട്ടുള്ളത്. ഭൂമിയിൽ കുഴപ്പമുണ്ടാകാനുള്ള കാരണം ആരാണ്? നമ്മൾ തന്നെയാണ്. لأن صلاح الأرض والسماء بالطاعة. ഭൂമിയുടെയും ആകാശങ്ങളുടെയും ഏറ്റവും നല്ല നിലനിൽപ്പിന്റെ കാരണം അല്ലാഹുവിനുള്ള ത്വാഅത്താണ്. അവനെ അനുസരിക്കുന്നതിലൂടെ മാത്രമാണ് ഈ ഭൂമിയും ആകാശവും നല്ല രീതിയിൽ നിലകൊള്ളുള്ളൂ. ഭൂമിയിലും ആകാശത്തും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നന്നായി മനസ്സിലാക്കിക്കോളെ, മനുഷ്യന്മാരുടെ കരങ്ങളാണ് അതിന്റെ കാരണം. അതിൽ യാതൊരു സംശയം വേണ്ട. അല്ലാഹു പറയാണ്, എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ശിക്ഷകൾ അല്ലാഹു അവരെ ആസ്വദിപ്പിക്കുന്നത്? അവർ ചെയ്തു വെച്ചിട്ടുള്ള മോശമായ പ്രവൃത്തികളിന്റെ ചില കാര്യങ്ങളെ, ചില തിന്മകളെ, അതിനെ അല്ലാഹു ആസ്വദിപ്പിക്കണം എന്ന് പറഞ്ഞാല് അല്ലാഹു നമ്മൾ ചെയ്തു കൂട്ടിയ എല്ലാ തിന്മകൾക്കും അവന് ആക്ഷൻ എടുക്കില്ല. അങ്ങനെ ആക്ഷൻ എടുക്കാൻ ദുനിയാവൻ ഉണ്ടാവില്ല. ഇവിടെ അല്ലാഹു തകർത്ത് തരിപ്പണമാക്കികളെ ഭൂമി. അങ്ങനെ അല്ലാഹു എല്ലാ തിന്മകൾക്കും അവൻ ആക്ഷൻ എടുക്കില്ല. അല്ലാഹു പറഞ്ഞത് അവർ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് എന്തെയും സ്പോട്ടിൽ അല്ലാഹു മറുപടി കൊടുക്കും. അതെന്തിനു വേണ്ടിയാണ്? ഒന്ന് ചിന്തിക്കാൻ വേണ്ടി. അല്ല ഉണ്ട്. ഇതൊന്നും വെറുതെ പൊട്ടിമുളച്ചതല്ല, ശുദ്ധശൂന്യതയിൽ നിന്ന് ഇത് ഉണ്ടായി ചേർന്നതല്ല, വെറും സ്വയംഭൂവായി പൊട്ടിമുളച്ചതല്ല. ഇതിനൊക്കെ രക്ഷിതാവുണ്ട് എന്നൊരു ബോധം അവർക്ക് ഉണ്ടാകാൻ വേണ്ടി അന്നെയും ചെറിയൊരു ശിക്ഷ കൊടുക്കും. അങ്ങനെയാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നമ്മള് ചില റോട്ടിലൊക്കെ പോയി കഴിഞ്ഞാല് ഒരു തരം ക്രോസ് ആയ ലൈൻ ആ റോട്ടിലുണ്ടാവും. ആ ലൈൻ നമ്മൾ കവർ ചെയ്യുമ്പോൾ വണ്ടി ഒന്ന് ചെറുക്കുകയും, അതെന്തിനാണ്? അവിടെ എന്തോ ഒരു സ്കൂള് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ, എന്തെങ്കിലും ഒരു കാര്യം അവിടെ ഉണ്ടാവും, ഒരു എമർജൻസി ഒരു സ്ഥാപനം എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവും. അതവിടെ ഉണ്ട് എന്ന് ഒരു ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളെ വണ്ടി ചെറുക്കിയിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യണത്? റോഡ് പണിയുന്ന ആളുകൾ അതുപോലെയുള്ള വസ്തുക്കളൊക്കെ അവിടെ വെക്കുന്നത്. ഉറങ്ങുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് എണീക്കും, എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. ഗൾഫിലൊക്കെ പോയി അവിടെ നന്നായി കാണാം, അങ്ങനെ റോഡ് ഒരുപാട് കാണാം. അതേപോലെ ഒന്ന് ഉണർത്താൻ വേണ്ടിയാണ് അള്ളാഹ് ചെയ്യുന്നത്. ഒരു ചെറിയ ശിക്ഷ അന്ന് തരും. എന്തിനു വേണ്ടി? ഒന്ന് മടങ്ങണം. കാരണം തോന്നിവാസികളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കണം ഇവിടെ. അതിലേക്ക് ഒരു മടക്കം വേണം. ആ മടക്കത്തിന് വേണ്ടി എന്ത് ചെയ്യും? അള്ളാഹു ഒന്ന് പിടിച്ചു കുലുക്കും. അള്ളാഹ് പറയുന്നറിയോ? മാ അസാബക മിൻ മുസീബത്തിൻ ഫിൽ അർളി മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. അള്ളാഹ് പറയുന്നത്, നിങ്ങൾക്കൊരു മുസീബത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കരങ്ങൾ ചെയ്തതാണ്. വയഅഫു അൻ കസീർ, അതിലധികം അള്ളാഹ് നിങ്ങൾക്ക് വിട്ടുവീഴ്ച അറിയിക്കുന്നതാണ്. അള്ളാഹുടെ വലിയ കാരുണ്യമാണ്. അള്ളാഹു അങ്ങനെ ഒരു കാരുണ്യം ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു. കാരണം അത്രമാത്രം തെമ്മാടിത്തരവും അതുപോലെ തന്നെ പിന്നെ തിന്മകളാണ് നമ്മുടെ ഈ ലോകത്ത് ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തിന്മകൾ വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നല്ലവരുണ്ടോ ചീത്തവരുണ്ടോ ഒന്നും അല്ലാഹു നോക്കുകയില്ല. രണ്ടാമത്തെ കാരണം എന്താ പറയുക? ഇസ്ലാഹ് അവസാനിക്കാം. അഥവാ നന്മ കൽപ്പിക്കുന്ന ആളുകള് തിന്മ വിരോധിക്കുന്ന ആളുകളെ ഇല്ലാതെയായി മാറാം. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അഥവാ മുസ്ലിഹീങ്ങൾ ഇല്ലാതിരിക്കുക. മുസ്ലിഹ് എന്ന് പറഞ്ഞാല് കേടായ സാധനം റിപ്പയർ ചെയ്യുന്ന ആളുകൾ മുസ്ലിം എന്ന് പറയാം. സാധാരണ കേടായ സാധനം റിപ്പയർ ചെയ്യാം. അപ്പൊ സമുദായത്തിൽ കേടുകൾ ഉണ്ടാവും. ആ കേടുകൾ ഒന്ന് കഴുകി റിപ്പയർ ചെയ്യുന്ന ആളുകള് ഇല്ലാതെ നമ്മുടെ ലോകം സഞ്ചരിച്ചു കൊണ്ടിരുന്നാൽ അതാ പറഞ്ഞാൽ വലിയ താമസമൊന്നുമില്ല. അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ വലിയൊരു തെളിവാണ് ഇന്ന് മുസ്ലിഹീങ്ങൾ ഇല്ലാതെ വരെയാണ്. അങ്ങനെ ആരെങ്കിലും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരെ പോലും അടിച്ചമർത്തുന്ന ഒരു സമുദായമാണ് ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മഹല്ലിൽ നടക്കുന്ന തോന്നിവാസങ്ങളും ധിക്കാരങ്ങളും വൃത്തികേടുകളും അതിനെതിരെ മിമ്പറിൽ
ഖതീബ് സംസാരിച്ചാൽ പോലും ആ ഖതീബിനെ എതിർക്കാന്നല്ലാതെ മൗലവി നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, നമുക്കൊരു മാറ്റം ഉണ്ടാക്കണം മഹല്ലില് എന്നല്ല ഇപ്പോൾ പറയാം. പള്ളിയുടെ അവസ്ഥ അല്ല പറഞ്ഞത്, മൊത്തത്തിലെ അവസ്ഥയാണ് പറഞ്ഞത്. ഒരു മഹല്ലിൽ ആ മഹല്ലിൽപ്പെട്ട തോന്നിവാസങ്ങള് എത്ര തോന്നിവാസങ്ങൾ നടക്കുന്നത്. നമ്മുടെ കല്യാണം തന്നെ എടുത്ത് നോക്കിക്കോളിങ്ങള്. ജൂതവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കല്യാണങ്ങൾ ആര് പഠിപ്പിച്ചു കൊടുത്തു? ഈ രൂപത്തിലുള്ള കല്യാണങ്ങൾ. ഇത് ഖതീബ് മിമ്പറിൽ ഉണർത്താത്തതിന്റെ പ്രശ്നമല്ലേ? ഇനി ഉണർത്തിയാൽ തന്നെ എന്താ പള്ളിക്കെ പറ്റി പ്രശ്നം ഉണ്ടാക്കിയാണ് മൗലവി. അത് പറയണ്ട, ഇവിടെ പറയും, ഇത് പറയണ്ട, മറ്റേത് പറയണ്ട, മറിച്ചത് പറയണ്ട. സാധാരണ ഒരു ഖതീബ് വന്നാല് കമ്മിറ്റിക്കാരെ ആദ്യം പറയുന്നത് അതിന്റെ എന്താ പറയാൻ കാരണം ആ തോന്നിയാസങ്ങളൊക്കെ ആ മഹലിൽ നടക്കണ്ടാവും. അപ്പൊ അതൊന്നും പറയരുത്, അത് പറഞ്ഞാൽ വലിയ പ്രശ്നമാകും. അങ്ങനെയുള്ള ഇസ്ലാം നടത്തുന്ന ആളുകളെ പോലും ഇവർ തടയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വല്ലാഹി ഞാൻ പറയുന്ന ശിക്ഷ അല്ലാഹുവിന്റെ ശിക്ഷ പെട്ടെന്നാകും എന്നുള്ളതാണ്. നിങ്ങൾക്കറിയോ, സഹാബികൾ നേരെ മനസ്സിലായിരുന്നു. സ്വന്തം തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് മറ്റൊരുവൻ തിരുത്തുകയാണെങ്കിൽ അൽഹംദുലില്ലാ, ഞാൻ ഇതുവരെ ചെയ്ത് തെറ്റാണല്ലോ, നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഞാൻ തിരുത്തുന്നു എന്ന് പറയല്ലാതെ എന്നെ തിരുത്താൻ നീയാ അതാ പറഞ്ഞ ഒരു സമയത്തും വേണ്ട. സഹാബികൾ നേരെ തിരിച്ചായിരുന്നു. അവര് തെറ്റുകള് ആരാണ് ചൂണ്ടിക്കാണിക്കുന്നത് അവരോട് നന്ദി പറയാറുണ്ടായിരുന്നുള്ളതാണ്. അങ്ങനെ ആകണം നമ്മൾ. പക്ഷേ ഇന്നിപ്പോ ആ ഒരു അവസ്ഥയല്ല. കല്യാണ വീട്ടുകളിലേക്ക് പോലും ചെന്ന് കഴിഞ്ഞാൽ തെറ്റുകൾ കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാൻ മൗലവിമാർക്ക് പോലും കഴിയാറില്ല. പുത്തു പറയാ, പൈസ വാങ്ങാൻ ഇങ്ങോട്ട് പോരാ എന്നല്ലാതെ അവിടെ കാണിക്കുന്ന തോന്നിവാസങ്ങൾ എന്തുകൊണ്ടും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ മിമ്പറിലേക്ക് അത് പറയണം, ആളുകൾക്ക് ഉത്ബോധനം കൊടുക്കണം. ഇത് തെറ്റാണ്, ഇത് ഇസ്ലാമികപരമായിട്ടുള്ള കല്യാണമല്ല, നിങ്ങൾ ചെയ്യുന്നത് തോന്നിവാസമാണ് എന്ന് പറയാനുള്ള ആർജവം എന്നില്ല. ഇന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ അവരെ പിടിച്ച് താഴ്ത്തുകയാണ്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ, തിന്മകള് പറയുന്ന ആളുകളെ അവരെ അടിച്ചമർത്ത് അവരെ ഒഴിവാക്കുക പല സ്ഥലങ്ങളിൽ. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ വല്ലാഹി ഞാൻ പറയുന്നു അള്ളാഹിന്റെ ശിക്ഷ ഇറങ്ങാൻ വലിയ പ്രയാസമുള്ള സഹോദരന്മാരെ. അപ്പൊ നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ആളുകൾ എപ്പോഴും നമ്മുടെ സമുദായത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമാണ് ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ, ശിക്ഷയാകുന്ന മഴകൾ, അതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴി ഉണ്ടായിത്തീരുകയുള്ളൂ. നിങ്ങൾക്കറിയോ, ഇതുപോലെയുള്ള ശിക്ഷ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നല്ലവരുണ്ടോ ചീത്തവരുണ്ടോ എന്നുള്ളത് നോക്കൂല. അല്ലാഹ് നോക്കൂല. എന്തുകൊണ്ട്? അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു ആ വിഷയം. നിങ്ങളുടെ കൂട്ടത്തിൽ തെമ്മാടികളായ ആളുകൾ ചെയ്യുന്ന തോന്നിവാസങ്ങൾക്ക് മാത്രം പ്രത്യേകമായി ശിക്ഷ ഇറങ്ങുന്നതിനെ നിങ്ങൾ കാത്തിരിക്കേണ്ട കേട്ടോ. ശിക്ഷ ഇറങ്ങും, മൊത്തത്തിൽ ഇറങ്ങോളും. അപ്പൊ എല്ലാവരും ഉണ്ടാവും. അപ്പൊ മറ്റുള്ള നല്ല ആളുകളോ അവരുടെ നിയമത്തെ അടിസ്ഥാനത്തിൽ അള്ളാഹു എന്ത് ചെയ്യും? അവിടെ അവർക്ക് സ്വർഗം കൊടുക്കും. അതാണ് അള്ളാഹുവിന്റെ അദല്. അപ്പൊ ഇതുപോലുള്ള തോന്നിവാസങ്ങള് നമ്മുടെ സമുദായത്തിൽ വ്യാപകമാകണമെങ്കിൽ സഹോദരങ്ങളെ വൈകാതെ തന്നെ ഇതുപോലുള്ള അദാബുകൾ ഉണ്ടാകും. അപ്പൊ ശിക്ഷയാകുന്ന മഴകളൊക്കെ ഇറങ്ങുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട എന്താണ്, എന്തോ ഒരു പോരായ്മകൾ എന്റെ അടുക്കലുണ്ട്, അത് ഞാൻ തിരുത്തേണ്ടതാണ് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതാണ് ഇതുപോലെയുള്ള ദുരന്തങ്ങളൊക്കെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. الله نبيك الكريم സൂക്ഷിച്ചു വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉറപ്പുവരുത്തുന്നു, വസിയത്ത് ചെയ്യും. ചൂരൽമല ദുരന്തം വിശ്വാസികൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മയെല്ലാം വളരെയധികം വേദനിപ്പിച്ച കാഴ്ചകളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വീഡിയോകളിലൂടെയും അല്ലാതെയൊക്കെ കണ്ടതും കേട്ടതുമെല്ലാം. നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ട്. ആ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ ഒരു പ്രശ്നം ഉടലെടുത്തപ്പോൾ ചില നിരീശ്വരവാദികൾ, യുക്തിവാദികൾ അള്ളാഹുവിനെ പഴി പറയുന്ന, അവനെ പഴിചാരുന്ന പല പ്രസ്താവനകളും എഴുതിവിടുകയുണ്ടായി. ദൈവത്തിന്റെ ക്രൂരതയാണ് ഈ കാണുന്നത്. ഇതിപ്പോ ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവര് പറഞ്ഞതിന്റെ ആ പ്രസ്താവനകൾക്ക് യാതൊരു കഴമ്പുമില്ല എന്നത് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. എന്റെ ഈ കണ്ണ് ഒരു സൂചി കൊണ്ട് ഞാൻ കുത്തി പൊട്ടിച്ച് ചോര വന്നു. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാണ്,
ഇത് ചെയ്തത് നിങ്ങളാണ്. നിങ്ങൾ എന്താ പറയാ അതിനെ കുറിച്ച്? ഒന്നുകിൽ എനിക്ക് മാനസികമായ എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഞാനത് പറഞ്ഞത് എന്നല്ലേ നിങ്ങൾ പറയുള്ളൂ. ഇതേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. അള്ളാഹുമായി ഒരു ബന്ധമില്ലാത്ത ഒരു വിഷയം അള്ളാഹുവിലേക്ക് ചേർത്ത് റബ്ബിനെ കുറ്റം പറയുന്ന, അവരെ മോശമാക്കി സംസാരിക്കുന്ന വിശ്വാസികൾക്കിടയിൽ പല ഫിത്നകളും ഫസാദുകളും ഈ നിരീശ്വരവാദികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു വാസ്തവമാണ്. യഥാർത്ഥത്തിൽ ചൂരൽമല ദുരന്തം ഉണ്ടാകാൻ പ്രധാനമായും കാരണക്കാരൻ മനുഷ്യൻ തന്നെയാണ്. അല്ലാഹു മനുഷ്യൻ തന്നെയാണ്. എന്താണ് തെളിവ്? ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. അത് തന്നെയാണ് അതിന്റെ തെളിവ്. നമ്മൾ ആ രൂപത്തിലേക്ക് അത് വ്യാഖ്യാനിക്കണം. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഭൂകമ്പങ്ങൾ, ഉരുൾപൊട്ടലുകൾ, വെള്ളപ്പൊക്കം, സുനാമി പോലെയുള്ള ദുരന്തങ്ങൾ പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം മനുഷ്യന്റെ കരങ്ങളാണ്. അഥവാ പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്. ആ നിയമത്തിന് എതിരായി ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പ്രകൃതി വിപരീതമായ പ്രതിഫലമാണ് നമുക്ക് നൽകാം. ഉദാഹരണം പറഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരാളുടെ കണ്ണ് സൂചി വെച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് രാജാവിന്റെ ആണെങ്കിലും മന്ത്രിയുടെ ആണെങ്കിലും ഭടന്റെ ആണെങ്കിലും ഒരു ധനികന്റെ ആണെങ്കിലും സാധാരണക്കാരൻ ആരുടെ ആയിക്കോട്ടെ ഏതൊരുവന്റെയും കണ്ണു പൊട്ടും, ചോര വരും. ഇതെന്താണ്? ഇത് പ്രകൃതി നിയമമാണ്. കണ്ണ് കുത്തിയാൽ പൊട്ടും, പ്രകൃതി നിയമമാണ്. അതേപോലെ തന്നെ പ്രകൃതിയെ നോവിച്ചാൽ പ്രകൃതി വിപരീതമായ ഫലം ഉണ്ടാക്കിയെടുക്കുമെന്നുള്ളതാണ്. മനുഷ്യനാണ് ഇതിൽ ഏറ്റവും വലിയ കുറ്റവാളി. ഇതേ ലോകത്ത്, ഇതേ ഭൂമിയിൽ തന്നെ മനുഷ്യരല്ലാത്ത മൃഗങ്ങൾ ജീവിക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ കാട്ടിൽ ഇതുപോലെയുള്ള ഉരുൾപൊട്ടല്, കാട്ടിൽ ഇതുപോലെ വെള്ളപ്പൊക്കം കേട്ടിട്ടുണ്ടോ? കാട്ടിൽ ഇതുപോലെയുള്ള കുന്നുകൾ, മലകൾ തകർന്നത് എന്തെങ്കിലും ഒരു കഥ, ഒരു ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. എന്തുകൊണ്ട്? മനുഷ്യൻ എന്നുള്ളത് ഭൂമിക്ക് ഭീഷണിയാണ്, മൃഗങ്ങൾ ഭൂമിക്ക് ഭീഷണിയല്ല. മൃഗങ്ങളുടെ ജീവിതം ഭൂമിയുമായി പ്രകൃതിയുമായി ചേർന്നിണങ്ങിയ ജീവിതമാണ്, മനുഷ്യന്റെ അതല്ല. മനുഷ്യൻ പ്രകൃതിയുമായി വിപരീതമായാണ് പ്രകൃതിയോട് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ താമസിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് താമസിക്കുന്നു, ബിൽഡിംഗ് വെക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് ബിൽഡിംഗ് വെക്കുന്നു, വീട് വെക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് വീട് വെക്കുന്നു, റിസോർട്ട് ഉണ്ടാക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് റിസോർട്ട് ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ ക്വാറികൾ, കുഴിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ ക്വാറികൾ ഉണ്ടാക്കുന്നു. പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് പ്ലാസ്റ്റിക് കത്തിക്കുന്നു, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നു, പ്ലാസ്റ്റിക്കിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു. ഇത് പ്രകൃതിക്ക് അനുകൂലമാണ്, പ്രതികൂലമാണ്? നിങ്ങളെ ആലോചിക്കും. ഇത് പ്രകൃതിക്ക് അനുകൂലമല്ല, പ്രതികൂലമാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമാണ് പ്രകൃതി വിപരീതമായ പ്രതികരണങ്ങളാണ് പിന്നീട് ഉണ്ടാക്കുക. അത് പ്രകൃതിയോട് യോജിച്ചായിരിക്കണം മനുഷ്യന്റെ ജീവിതം. കുറെ വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലുള്ള ഉരുൾപൊട്ടലുകൾ, ഭൂകമ്പങ്ങൾ, അതുപോലെയുള്ള അനാപുകൾ നമ്മൾ വളരെ വിരളമായി കണ്ട്. കാരണം എന്താ? മുൻപത്തെക്കാൾ അധികം പ്രകൃതിയോട് വിരുദ്ധമായ പ്രവൃത്തികളാണ് ഇന്ന് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 63 കൊല്ലമാണ് ലോകത്ത് ജീവിച്ചത്. 63 കൊല്ലത്തിൽ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു തരത്തിൽ റസൂലുള്ളാഹി ഈ പ്രകൃതിയോട് വിരുദ്ധമായി എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അത് ഇസ്ലാമിന്റെ നിലപാടാണ്. ഒരിക്കലും പ്രകൃതിയോട് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. ഇത് ഇസ്ലാം പറയുന്ന കാര്യമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാനെ നിങ്ങൾ പഴിചാലിട്ട് ഒരു കാര്യമില്ല. അള്ളാന്റെ അതാവാണ് കേട്ടോ, അള്ളാന്റെ അതാവല്ല, അള്ളാന്റെ അതാവല്ല. പേര് വരുന്ന പറഞ്ഞാല് കൊക്കയിലേക്ക് എടുത്ത് ചാടിക്കൊണ്ട് അത് അള്ള എഴുതി വെച്ചിട്ട് അള്ള കതറാക്കിയതാണ് ഞാൻ ചാടുന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് ചാടാൻ പറ്റും കൊക്കയിലേക്ക്? അല്ല. ഇത് മനുഷ്യൻ ചെയ്തു വെച്ചിട്ടുള്ള വലിയ തോന്നിവാസങ്ങളാണെന്ന്. നിങ്ങൾക്കറിയോ ആ ചൂരൽമല ആ പ്രദേശത്ത് എത്ര കോറികൾ ഉണ്ടെന്ന്, എത്ര റിസോർട്ടുകളുണ്ട് നിങ്ങൾക്കറിയാമോ? അതുപോലെയുള്ള കുന്ന് പ്രദേശങ്ങളിൽ മനുഷ്യർ താമസമാക്കി കഴിഞ്ഞാൽ പല ദുരന്തങ്ങളും വരും, സ്വാഭാവികമാണ്. പണ്ട് കാലത്ത് പോലെയല്ല ഇപ്പോൾ വീടുണ്ടാക്കുന്നത്. ഇപ്പോൾ വീടുണ്ടാക്കണമെങ്കിൽ പൈലിംഗ് ചെയ്യണം. പൈലിംഗ് ചെയ്യുമ്പോൾ അത് കുന്നുകൾക്ക് ഭീഷണിയാണ്. കാരണം കുന്നുകളും പർവ്വതങ്ങളും ഭൂമി
ഭൂമിയുടെ ആണികളാണ്. ആ ആണികൾ തകരും. എപ്പോൾ? ആ ആണികളുടെ അവിടെ ചെന്നുകൊണ്ട് തോന്നിവാസം ചെയ്തു കഴിഞ്ഞാൽ പലതും സംഭവിക്കും. പൈലിംഗ് ചെയ്താൽ പല പല ബിൽഡിങ്ങുകൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ വരും. കോറികൾ കുഴിച്ചു കഴിഞ്ഞാലോ അവിടെ പിന്നെ താമസിക്കാനേ പാടില്ല. കാരണം ഏത് സമയം വേണമെങ്കിലും ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഈ അതിർവരമ്പുകളെ, ഈ പ്രകൃതിയുടെ കാര്യങ്ങളെയെല്ലാം മനുഷ്യൻ കടന്നാക്രമിച്ചു. അവിടെ പ്രകൃതിയുടെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് ചെയ്തതിന്റെ ഒരു പ്രതിബിംബം എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ അതിന്റെ കാരണത്താലാണ് എല്ലാം സംഭവിച്ചത്. അല്ലാതെ ഇവിടെ നമ്മൾ റബ്ബിനെ പഴിചാരേണ്ട ഒരു കാര്യമില്ല. ഇത് മനുഷ്യൻ ചെയ്തു വെച്ചതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മുടെ ജീവിതത്തിൽ എന്തോ ആയിക്കോട്ടെ പ്രകൃതിക്ക് വിരുദ്ധമായ പ്രവൃത്തി എന്റെ ഭാഗത്ത് ഉണ്ടാകരുത്. അത് കോറി കുടിക്കുകയാണെങ്കിലും അതല്ലാത്ത കോലാണെങ്കിലും പ്ലാസ്റ്റിക് കത്തിക്കുകയാണെങ്കിലും എന്താണെങ്കിലും ഒരു മുസ്ലിം എന്ന നിലക്ക് ഞാൻ പ്രകൃതിയോട് അനുയോജ്യമായ ജീവിതമായിരിക്കണം എന്റെ ഭാഗത്ത് ഉണ്ടാകുക. ആ രൂപത്തിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ആ സഹോദരങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ക്ഷമിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല